കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ വചനത്തിന്റെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കഷ്ടാനുഭവത്തോട് ബന്ധപ്പെട്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നതിനോടുള്ള ബന്ധത്തിൽ ചില വസ്തുതകൾ പത്രോസ് ഓർപ്പിക്കുകയാണ്. ഇതിനാദ്യത്തെ 6 വാക്യങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച നാം ചിന്തിക്കുകയുണ്ടായി. ക്രിസ്തു പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചതുപോലെ വിശ്വാസികളും അതേ മനോഭാവത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഒരായുധമാക്കി പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കണം, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം, പഴയ ജീവിതശൈലിയിലേക്ക് മടങ്ങിപ്പോകരുത്. പുതിയ ജീവിതശൈലിയിൽ ജീവിക്കുമ്പോൾ പഴയ സ്നേഹിതർ ദുഷിച്ചു എന്ന് വരാം. പാപം ചെയ്യുന്നവർ ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ നിന്ന് നാം ചിന്തിച്ചത്. ഇന്ന് 7 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വരാനിരിക്കുന്ന കഷ്ടതയുടെ പശ്ചാത്തലത്തിൽ പത്രോസ് വിശ്വാസികൾക്ക് കൊടുക്കുന്ന പ്രബോധനമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ, സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. നമ്മൾ പഴയ നിയമം പരിശോധിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ അത് ആവർത്തന പുസ്തകത്തിലും 10 കൽപ്പനകൾ ദൈവജനത്തിന് നൽകിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇവിടെ നാം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ മടങ്ങിവരവിന്റെ പശ്ചാത്തലത്തിൽ, വിശ്വാസികളുടെ കഷ്ടതയുടെ പശ്ചാത്തലത്തിൽ പത്രോസ് നൽകുന്ന 10 കൽപ്പനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 7-ാം വാക്യം, എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വരവ് അവരുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമെന്നുള്ള കാഴ്ചപ്പാടിലാണ് അവര് ജീവിച്ചിരുന്നു. റോമാലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വിശ്വാസികളെ ഓർപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വാസികൾ, കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. അന്നേരം അത് അവരുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുമെന്നുള്ള കാഴ്ചപ്പാടിലാണ് അവര് ജീവിച്ചിരുന്നത്. ഇവിടെ നാം കാണുന്നത് എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ള ആ നിലയിലുള്ള ഒരു പ്രബോധനമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. സമയം അടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ വാക്കുകളാണ്, സമയം
അടുത്തിരിക്കുന്നു. ഒരു ദിവസം ഏതോ യോഗത്തോട് ബന്ധപ്പെട്ട് ഇത് ഞാൻ വചനത്തിൽ നിന്ന് പട്ടം സഭയിൽ ചിന്തിച്ചതാണ്. ഞാൻ 4-5 കാര്യങ്ങൾ അന്ന് ഓർപ്പിക്കുകയുണ്ടായി. ഒന്ന്, നമ്മുടെ മരണത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ നാളുകളെ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം, നമ്മുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപദേശിക്കണമേ. രണ്ടാമത്, കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവിനായിട്ട് ഉണർന്ന് ഒരുങ്ങി ജീവിക്കുവാൻ വിശ്വാസികൾക്ക് ഉത്തരവാദിത്തമുണ്ട്. 3, മഹോപദ്രവത്തിന്റെ നാളുകൾ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ സഭ കർത്താവിന്റെ സഭയിൽ ചേർക്കപ്പെട്ടാൽ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള വരവ് സംഭവിച്ചാൽ അപ്പോൾ ആരംഭിക്കുന്ന ഒരു കാര്യമാണ് 7 വർഷത്തെ മഹോപദ്രവ കാലഘട്ടം, ദ ട്രിബുലേഷൻ പീരീഡ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. മലാഖി 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടോ, അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാര് പാലടിയാകും. വരുവാനിരിക്കുന്ന ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. അതൊന്ന്, നമ്മുടെ മരണത്തിന്റെ സമയം എടുത്തിരിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ മാറ്റപ്പെടുന്നത് നമുക്കറിയത്തില്ല, കർത്താവിനറിയാം. 2, കർത്താവിന്റെ വരവിന്റെ സമയം. 3, മഹോപദ്രവകാലം. 4, ന്യായവിധിയുടെ സമയം അടുത്തിരിക്കുന്നു. ഇവിടെ കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ട് പത്രോസ് ചില നിർദ്ദേശങ്ങൾ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 10 കൽപ്പനകൾ പത്രോസ് നൽകുന്നത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഒന്നാമത്തെ കാര്യം 7-ാം വാക്യത്തിലുണ്ട്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. ഇത് പത്രോസ് എഴുതുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗപ്രകാരം പത്രോസ് രേഖപ്പെടുത്തുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, പത്രോസിന്റെ തന്നെ അനുഭവത്തിൽ കൂടെയല്ലേ പത്രോസ് ഈ നിർദ്ദേശം നൽകുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം അവിടെ നാം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ അതിന്റെ മർക്കോസ് 14:12, അവൻ ഗത്സമനെ എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പീരെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്നിട്ട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ അവരോട് പറഞ്ഞു. പിന്നീട് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ 37-ാം വാക്യം, പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ, ആത്മാവ് എനിക്ക് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. മടങ്ങി വന്നാറ് അവരുടെ കണ്ണുകൾക്ക് ഭാരമേറിയത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ട് അവൻ അവരോട് എന്തുത്തരം പറയണമെന്ന് അറിഞ്ഞു. പത്രോസിനോട് പറഞ്ഞ കാര്യമാ, നീ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഉറങ്ങുന്ന ഒരനുഭവം പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നിവിടെ പത്രോസിന്റെ ലേഖനത്തിൽ വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്, പ്രബോധനമാണ്, കൽപ്പനയാണ്. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. അതിലൊരാശയം, പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങരുത്. പലരും ഉറങ്ങുന്നത് സഭാഹോളിൽ വരുമ്പോഴാണ്. ഞാൻ പലപ്പോഴും ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരുമ്പം സാധാരണ വചനം ധ്യാനിക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കാറുണ്ട്. എന്നിട്ട് നന്നെ പലപ്പോഴും പറയും, അച്ഛൻ ഉറങ്ങുകയാണ്. ഞാൻ നമ്മളെ കേൾക്കുന്ന ആ വചനം ധ്യാനിച്ച് ആ ശ്രദ്ധയിൽ ഇരിക്കുമ്പം മന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുന്നു. അന്നേരം ചെന്ന് കഴിയുമ്പം പലപ്പോഴും പറയും, അച്ഛനെ ഇതൊന്ന് ഉറങ്ങുക എന്ന് പറയും. ഓക്കെ, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, അത് ആരാധനാ ചിന്ത പറയുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുമ്പോഴാകട്ടെ, പ്രാർത്ഥിക്കുമ്പോഴാകട്ടെ, കണ്ണടച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഉറങ്ങാനായിട്ട് പാടില്ല. ദൈവം എന്നെ സഹായിക്കും. അങ്ങനെ പലരും പ്രാർത്ഥിക്കുമ്പോൾ
നല്ല ഉറക്കത്തിലും. അതുകൂടെ പത്രോസ് പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ ആയിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങരുത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഒരു കൊച്ചുമോന് ട്രെയിനിൽ പോകാനായിട്ട് പ്രാർത്ഥിച്ചിറങ്ങുന്ന സന്ദർഭത്തിൽ വല്യപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പച്ചൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവന് പോകേണ്ട ബസ്സേ കയറി വേണം ട്രെയിനിൽ പോകാൻ, അവന് പോകേണ്ട ബസ് പോയി. എന്നിട്ട് നമ്മള് ആ സാഹചര്യം മനസ്സിലാക്കി, സമയം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. അതും ഇതിലടങ്ങിയിരിക്കുന്ന ഒരു ആശയമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ സമുദായ സഭകളിലൊക്കെ കല്യാണത്തിനുള്ള ഭാഗങ്ങൾ, അടക്കത്തിനുള്ള ഭാഗങ്ങൾ, ഭവന പ്രവേശനത്തിനുള്ള ഭാഗങ്ങൾ, ഓരോ ശുശ്രൂഷയ്ക്കുമുള്ള ഭാഗങ്ങള് അവര് ബുക്കാക്കി ഈ അച്ഛന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവരധികം പണിയൊന്നും ചെയ്യണ്ട, ആ ബുക്ക് എടുത്ത് അത് നോക്കി അങ്ങ് വായിച്ചാൽ മതി. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷകൾ നമ്മുടെ സഭകളിൽ നടക്കുമ്പോൾ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർക്ക് പലപ്പോഴും ഈ സുബോധമില്ലാത്ത നിലയിൽ ശുശ്രൂഷിക്കാറ്. ഞാൻ പല സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കല്യാണത്തിന് സന്തോഷത്തിന്റെ ഒരു സമയമാണ്, അല്ലെങ്കിൽ ഭവനപ്രവേശന സന്തോഷത്തിന്റെ ഒരു സമയമാണ്, അനുഗ്രഹത്തിന് അധിപതിയെ എന്നുള്ള പാട്ട് തുടങ്ങും. അതാരെങ്കിലും പാടിയാൽ അത് ചിലരുണ്ട്, ആ 2 വരി പാടിക്കഴിഞ്ഞ് അതിനകത്ത് വരിയുണ്ടല്ലോ, എന്താ പാരിടമല്ല, വൻവിനകൾ അല്ലേ, അതിനകത്തല്ലേ, വന്നിടുകിൽ വലയുകയും ഹൃദയം. കല്യാണത്തിന് പോകാൻ പ്രാർത്ഥിച്ചിറക്കുന്ന യോഗമാ, ആ പാട്ടും പ്രാർത്ഥനയുമാണ്. അന്നേരം എടുക്കുന്ന പാട്ട് വൻവിനകൾ. അത് കേൾക്കുന്നവരെന്തോ ചിന്തിക്കും, വീട്ടുകാരെന്തോ ചിന്തിക്കും. അതുകൊണ്ട് സാധാരണ ആരെങ്കിലും ആ പാട്ടെടുത്താൽ ഞാൻ കയറി അങ്ങ് പാടും, തന്നുയിരേ ഭാവികൾക്കായി, അത് കഴിഞ്ഞ് അനുഗ്രഹത്തിന്റെ അധിപതി എന്നും കൂടെ അങ്ങ് പാടും. അന്നേരം സാധാരണഗതിയിൽ ഇത് ആവർത്തിക്കാറുണ്ട്. നമ്മൾ പാട്ടെടുക്കുമ്പോൾ ആ സന്ദർഭത്തിന് അനുയോജ്യമായ നിലയിലുള്ള പാട്ടെടുക്കണം. പ്രാർത്ഥിക്കുമ്പോഴും ആ നിലയിൽ സുബോധത്തോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുക. രണ്ടാമത്തെ കൽപ്പന നമുക്ക് അതേ വാക്യത്തിൽ തന്നെയുണ്ട്, നിർമ്മതരുമായിരിപ്പി. നിർമ്മതരാകുക എന്ന് പറഞ്ഞാൽ കീപ് യുവർ മൈൻഡ് സ്റ്റഡി ആൻഡ് ക്ലിയർ. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി നാം ആരാണ്, നാം എന്താണ് ചെയ്യുന്നത്, നാം എവിടെയാണ്, നാം ഏത് സാഹചര്യത്തിലാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആഹ്വാനമാണ്. ശ്രദ്ധാലുക്കളായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ മൂപ്പന്മാരുടെ യോഗ്യത പറയുന്നിടത്ത് അത് പറയുന്നുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ വിശ്വാസികൾക്ക് പൊതുവായ പ്രബോധനം നൽകുന്ന ഭാഗത്ത് പറയുന്നുണ്ട്. ഇവിടെ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ, ഇവിടെ ഈ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ വിശ്വാസികളുടെ കഷ്ടതയോടുള്ള ബന്ധത്തിലും വിശ്വാസികൾക്ക് കൊടുക്കുന്ന ആലോചനയാണ് നിർമ്മതരായിരിക്കുക. മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആത്മനിയന്ത്രണത്തിൽ, സ്വയനിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ആത്മാവിനെ വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ചില വേദപണ്ഡിതന്മാർ കൗൺസിലിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവരൊക്കെ പറയാറുള്ളത് സ്പിരിറ്റ് കൺട്രോൾഡ് ടെമ്പറമെന്റ്. മനുഷ്യപ്രകൃതി ദൈവാത്മാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മനുഷ്യന്റെ മനസ്സിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങൾ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മനുഷ്യ പ്രകൃതിയുണ്ട്, ഡിഫറെന്റ് ടെമ്പറമെന്റ്സ് ഉണ്ട്. ഇതിന് നമ്മുടെ ആ മനുഷ്യ പ്രകൃതിയെ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ കൽപ്പന, അതിന്റെ 8ാമത്തെ വാക്യം, സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. വിശ്വാസികൾ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി ജീവിക്കേണ്ടവരാണ്. നമുക്കറിയാം, അതിന് നമ്മുടെ മാതൃക എന്നുള്ളത് കർത്താവ് തന്നെയാണ്, ദൈവം തന്നെയാണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ കുറവിന്റെ മധ്യത്തിൽ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, തന്നെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ് തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി ജീവിക്കുക. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവിന്റെ വാക്കുകളുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. ഇനി ആരെയെങ്കിലും നമ്മൾ ശത്രുവായിട്ട് കണക്കിട്ടാൽ അതിനും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ഒരു തരവുമില്ല. നാം സ്നേഹിക്കേണ്ടവരാണ്, കാരണം നാം സ്നേഹം ലഭിച്ചവരാണ്. സകലത്തിന് മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മോട് വളരെ കഠിനമായിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നമ്മെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ആ കർത്താവിന്റെ സ്നേഹം, ദൈവത്തിന്റെ അകപ്പെ സ്നേഹത്താൽ നിറയപ്പെട്ട് ഉറ്റ സ്നേഹമുള്ളവരായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമുക്ക് നമ്മോട് ചെയ്യുന്ന തെറ്റിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ആ സ്നേഹിക്കുവാനായിട്ട് കഴിയും, ക്ഷമിക്കുവാനായിട്ട് കഴിയും. ദൈവം അതിനായി നമ്മെ സഹായിക്കും. 4-ാമത് അവിടെ 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത്, പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. വിശ്വാസികൾ അതിഥി സൽക്കാരം ആചരിക്കേണ്ടവരാണ്. പറയാം, നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശുക്രിസ്തു പല സന്ദർഭങ്ങളിൽ പല ശിഷ്യന്മാരുടെ, പല കുടുംബങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച വ്യക്തിയാണ്. അപ്പസ്തലന്മാർ അവരുടെ ശുശ്രൂഷയിൽ ആതിഥ്യം സ്വീകരിച്ചവരാണ്. ആദിമസഭയിൽ സഞ്ചാര സുവിശേഷകർ അവര് സുവിശേഷവുമായിട്ട് കടന്നുപോയ സന്ദർഭങ്ങളിലൊക്കെ അവര് മറ്റുള്ളവരുടെ ഭവനത്തിലാണെന്ന് താമസിച്ചിരുന്നത്. ഇന്നത്തെ പോലെ ലോഡ്ജുകളോ അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഹോട്ടലുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ സുവിശേഷം അറിയിച്ച് കടന്നു വരുന്ന ദൈവദാസന്മാരെ സ്വീകരിച്ച് അവർക്ക് അതിഥി സൽക്കാരം ചെയ്യാനായിട്ട് വിശ്വാസികൾ ശ്രമിച്ചിരുന്നു. യോഹന്നാന്റെ ലേഖനം പരിശോധിക്കുമ്പോൾ യോഹന്നാന്റെ 3-ാം ലേഖനത്തിൽ ഗായോസിനോടുള്ള ബന്ധത്തിൽ ഈ വസ്തുത പറഞ്ഞ് യോഹന്നാൻ അഭിനന്ദിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 യോഹന്നാൻ ഇതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ, പ്രിയനെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകുമെന്ന് യാത്രയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാരാകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടത്. ഗായോസ് അന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ട് കടന്നു വന്ന് ദൈവദാസന്മാരെ സ്വീകരിച്ച് അവർക്ക് ആവശ്യമുള്ള താമസ സൗകര്യം ക്രമീകരിച്ച് ഭക്ഷണം ക്രമീകരിച്ച് അവരോട് ഇടപെട്ട കാര്യത്തെക്കുറിച്ച് അവർ തന്നെ സാക്ഷ്യം പറഞ്ഞത് യോഹന്നാൻ അഭിനന്ദനമായിട്ട് ഗായോസിനെ അറിയിക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ദൈവദാസന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ വരുന്നത് പോലെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സിറ്റ് ഔട്ടില് അങ്ങിരുത്തും. അകത്തോട്ട് പ്രവേശനമൊന്നും കോവിഡിന്റെ സമയമൊക്കെ ആണെങ്കിൽ പോട്ടെ, കോവിഡിന്റെ സമയത്ത് നമുക്ക് എല്ലാവരും വീട്ടിൽ നിന്നും കേട്ടാൻ ഒക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ വാതുക്കെ തന്നെ നിർത്തി പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിലൊക്കെ ദൈവദാസന്മാർ വരുമ്പോൾ
സഭയിലെ വിശ്വാസികൾ വരുമ്പോൾ അവരെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കാത്ത ആ പ്രവണത കാണാറുണ്ട്. അതും അതിഥി സൽക്കാരത്തോട് ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ സ്തോത്ര ശുശ്രൂഷകളിലൊക്കെ ഞാൻ അധികം കാണുന്നില്ല. എന്നാൽ ഒരു കാലത്ത് പലപ്പോഴും സ്തോത്ര ശുശ്രൂഷ നിർവഹിക്കുന്നത് പ്രത്യേകിച്ച് ഈ മാർബിളും അങ്ങനെയുള്ള വില കൂടിയ ടൈൽസിന്റെ ഒക്കെ ആരംഭ കാലഘട്ടത്തിൽ പലരും സ്തോത്ര ശുശ്രൂഷ നിർവഹിക്കുന്നത് ഇത് ഇടുന്നതിന് മുമ്പാണ്. തറയില് നമ്മൾ ഈ പരിക്കനിട്ടിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടി സ്തോത്ര ശുശ്രൂഷ നടത്തും. കാരണം ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് സ്തോത്ര ശുശ്രൂഷ നടത്തി വീട് അഴുക്കായെങ്കിലോ എന്നുള്ള നിലയിൽ ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ വായിൽ തന്നെ കേട്ടിട്ടും. ഇതിവിടെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന വ്യക്തമായ ഒരു പ്രബോധനമാണ്. വെറുവെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുന്നു. സുവിശേഷ യോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലപ്പോഴും ഈ പ്രസംഗകരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നത് സഭയിലെ 1, 2, 3 കുടുംബങ്ങൾ മാത്രമാണ്. 100 കുടുംബങ്ങളുള്ള സഭയിൽ യോഗത്തിന് നമ്മൾ ക്ഷണിച്ച് കടന്നു വരുന്ന ദൈവദാസന്മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പണ്ട് കാലത്തൊക്കെ മത്സരമാണ്. ഗൾഫിലും അമേരിക്കയിലുമൊക്കെ കടന്നു പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കടന്നു ചെല്ലുന്ന ദൈവദാസന്മാരെ ഭവനത്തിൽ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മത്സരമാണ്. പലർക്കും അവസരം ലഭിക്കാറില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. പലപ്പോഴും 1, 2, 3 കുടുംബങ്ങൾ മാത്രമാണത് ചെയ്യുന്നത്. അത് അവർ നിർബന്ധപൂർവ്വം മേടിക്കുന്നതുകൊണ്ടല്ല, അവർക്ക് മറ്റാരും അവരെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. വിശേഷന്മാരുടെ ഭാഗത്തും വീഴ്ചയുണ്ട്. അത് വേറെ ഒരു കാര്യം. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അബ്രഹാം അതിഥി സൽക്കാരം നടത്തി ആർക്ക് തന്നെ ഭക്ഷണം കൊടുത്തു? കർത്താവിന് തന്നെ ഭക്ഷണം കൊടുത്തു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, 3 ദൂതന്മാർ അല്ലെ യഹോവ അബ്രഹാമിനെ സന്ദർശിച്ച കാര്യം പറയുമ്പോൾ 3 പേര് അബ്രഹാമിന്റെ ഭവനത്തിലെത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ അതിലൊരാള് യഹോവയായ ദൈവം തന്നെയായിരുന്നു. യോഹന്നാൻ 1:18 അനുസരിച്ച് അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പൂർവ്വ പ്രത്യക്ഷത തന്നെ ആയിരുന്നു. അതിനുള്ള ഭാഗ്യം അബ്രഹാമിന് ലഭിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, ഈ ചെറിയവൻ ഒരുത്തന് ചെയ്യുന്നത് ആർക്കാ ചെയ്യുന്നത്? എനിക്കാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ സഹായിക്കും. 5-ാമത് അതിന്റെ 10, 11 വാക്യങ്ങൾ, വരം ലഭിച്ചതുപോലെ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നുവെന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇത് കൊടുക്കുന്ന 5-ാമത്തെ കൽപ്പന, കൃപാവരം ലഭിച്ച ദൈവമക്കൾ ആ കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കേണ്ടതാണ്. ഇവിടെ എടുത്തു പറയുന്നുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ. എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ഏറ്റവും കുറഞ്ഞത് ഒരു വരമെങ്കിലും പരിശുദ്ധാത്മാവായ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമുക്ക് ലഭിച്ചിരിക്കുന്ന വരം ഏതാണെന്ന് മനസ്സിലാക്കി ആ വരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് നല്ല ഗൃഹവിചാരകന്മാരായി, ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഇവിടെ കൃപാവരങ്ങളെ 2 കാറ്റഗറി ആയിട്ട് പത്രോസങ്ങൾ വിഭജിക്കും. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നുവെന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവും. റോമാലേഖനം 12-ാം അധ്യായം, 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ, എഫേസ്യ ലേഖനം 4:11, അതുപോലെ 1 പത്രോസ് 4:10, 11 വാക്യങ്ങളിലൊക്കെ കൃപാവരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃപാവരങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാനായിട്ട് കഴിയും. ഒന്ന്,
ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ പ്രസംഗിക്കുന്ന വരം. 2, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ശുശ്രൂഷിക്കുന്നവർ. മൊത്തം കൃപാവരങ്ങളെ നമുക്ക് ആ നിലയിൽ തിരിക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനമെടുത്ത് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന, പ്രബോധിപ്പിക്കുന്ന ആ വരം, അതൊരു കാറ്റഗറിയാണ്. മറ്റു വരങ്ങളൊക്കെ ആ വരങ്ങളെ കൊണ്ട് ശുശ്രൂഷിക്കുന്ന എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുന്ന, കരുണ കാണിക്കുന്ന, കൊടുക്കുന്ന, ദൈവസഭയിൽ അധ്വാനിക്കുന്ന ആ നിലയിലുള്ള വരങ്ങൾ. ഇങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങൾ അത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ വരങ്ങളെ കൊണ്ട് ശുശ്രൂഷിക്കുവാൻ പ്രബോധനം നൽകുകയാണ്. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും നൽകുന്നത്. 6, അതിന്റെ 12-ാം വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. 6-ാമത്തെ പ്രബോധനമായിട്ട് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പീഡനത്തിൽ അല്ലെങ്കിൽ കഷ്ടത കടന്നു വരുമ്പോൾ നാം അതിൽ അതിശയിക്കരുത്. ഇന്നത്തെ കാലത്തിലൊക്കെ അതിശയിക്കാനുള്ള സാധ്യതയാ. കാരണം പല പ്രസംഗകരും പറയുന്നത് എന്താ, യേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ പ്രശ്നമെല്ലാം തീർന്നെന്ന്. സമൃദ്ധിയുടെ സുവിശേഷം, പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രസംഗിക്കുന്നത് യേശുവിന്റെ അടുക്കൽ വാ, നിന്റെ പ്രശ്നമെല്ലാം തീർന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ഉപദേശം അല്ല. കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കട്ടെ എന്നാണ്. കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ബന്ധുക്കളിൽ നിന്നുള്ള പ്രതികൂലമാകാം, നാട്ടുകാരിൽ നിന്നുള്ള പ്രതികൂലമാകാം, അല്ലെങ്കിൽ ജോലി മേലധികാരികളിൽ നിന്നുള്ള, അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നുള്ള ഉപദ്രവമാകാം. അന്നേരം അങ്ങനെ കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ട് നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങളുമായി നാം കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ വിശ്വാസികൾക്ക് കൊടുക്കുന്ന പ്രബോധനം എന്നുള്ളത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഇത് ദൈവമക്കൾക്ക് സാധാരണമാണ്. കഷ്ടത എന്നുള്ളത്, പ്രതികൂലം എന്നുള്ളത് ദൈവമക്കളുടെ ജീവിതത്തിൽ അവര് നേരിടേണ്ടതാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ പ്രശ്നങ്ങളുമായി നാം കർത്താവിനെ അനുഗമിക്കേണ്ടവരാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഓർക്കാനായിട്ട് കഴിയും. 7, ഇതിന്റെ 13-ാമത്തെ വാക്യം, 13, 14 വാക്യങ്ങൾ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടയാകും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവെന്ന്. പീഡനത്തിന്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ വിശ്വാസികൾ എന്ത് ചെയ്യണം? വിശ്വാസികൾ ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുക. പ്രതികൂലം നേരിടുമ്പോൾ സന്തോഷത്തോടെ അതിനോട് പ്രതികരിക്കുവാനുള്ള ആഹ്വാനമാണ് പത്രോസ് ഇവിടെ വിശ്വാസികൾക്ക് നൽകുന്നത്. യാക്കോബിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോഴും 1-ാം അധ്യായത്തിൽ അതേ നിലയിലുള്ള പ്രബോധനം തന്നെ കാണാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നു, എന്റെ സഹോദരന്മാരെ, 2-ാം വാക്യം, യാക്കോബ് 1:2, നിങ്ങൾ വിവിധ പരിശോധനകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുക. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, പരിശോധനകൾ കടന്നു വരുമ്പോൾ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം മനസ്സിലാക്കുമ്പോൾ, അത് അതിന്റെ ആത്മീയ പക്വതയുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കുമ്പോൾ അതിനോട് സന്തോഷത്തോടെ പ്രതികരിക്കുക എന്ന് യാക്കോബ് 1-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നു. ഇവിടെയും പത്രോസ് ഓർപ്പിക്കുന്നതാണ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുക. നിങ്ങൾ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടയാകും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക്
പങ്കുള്ളവരായി തീരുവാൻ ദൈവം തരുന്ന അവസരമാണ് കഷ്ടത അല്ലെങ്കിൽ ഉപദ്രവം എന്നുള്ളത്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ദിവസമൊക്കെ കത്തോലിക്കരൊക്കെ ധാരാളമുള്ള ഏരിയയിൽ ചെന്നാൽ അവര് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകാനായിട്ട് ശ്രമിക്കുന്നത് കാണാനായിട്ട് കഴിയും. വലിയ മരക്കുരിശൊക്കെ ചുമന്നുകൊണ്ട് ചെരുപ്പ് ധരിക്കാതെ ചില സ്ഥലങ്ങളിൽ എടത്തുവ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 4-5 കിലോമീറ്റർ ദൂരം മുട്ടയിൽ അവര് റോഡിൽ കൂടെ എഴഞ്ഞു പോകുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അവരത് ചെയ്യുമ്പോൾ അവര് കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളോട് ഏകീഭവിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. എന്നാൽ ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കുക. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു വിശ്വാസി സുവിശേഷ നിമിത്തം, ഒരു വിശ്വാസി ദൈവത്തിന്റെ വചന നിമിത്തം, ഒരു വിശ്വാസി താൻ മുറുകെ പിടിച്ചിരിക്കുന്ന ഉപദേശ നിമിത്തം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ പത്രോസ് ഇവിടെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ആ വിശ്വാസി പങ്കുള്ളവനായി തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ അതിനെ നേരിടണമെന്നാണ് പത്രോസ് പറയുന്നത്. നിങ്ങൾ അതിനെ സന്തോഷത്തോടെ നേരിടുക. പ്രതികൂലത്തിന്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷിക്കുവാനുള്ള പ്രബോധനം ഇവിടെ നൽകുകയാണ്. 8-ാമത് ഇതിന്റെ 16-ാമത്തെ വാക്യം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. വിശ്വാസികൾക്ക് കൊടുക്കുന്ന പ്രബോധനമാണ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ലജ്ജിക്കരുത്. സുവിശേഷത്തിനു വേണ്ടി ഉപദ്രവം സഹിക്കേണ്ടി വന്നാൽ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി പരസ്യമായി നിന്ന് ഏൽക്കേണ്ടി വന്നാൽ, അടികൊള്ളേണ്ടി വന്നാൽ, അയ്യോ എനിക്ക് അത് സംഭവിച്ചല്ലോ എന്ന് കരുതി വെളിയിലിറങ്ങാതിരിക്കുന്നവരും, സഭ വരാത്തവര്, നാട്ടുകാരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചില്ലാത്തവരോട്. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാ, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. അപ്പോൾ തന്നെ 15-ാം വാക്യം ഓർക്കണം. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുക. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമ്മുടെ പഠന സ്ഥലത്ത് നിലകൊണ്ടാൽ ചിലപ്പോ കൂട്ടുകാര് കളിയാക്കിയെന്ന് വരും. ആഭരണം ഇടാതെ പോയാൽ ചിലപ്പോൾ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കളിയാക്കിയെന്ന് വരും. ബൈബിൾ കയ്യിൽ എടുത്തുകൊണ്ട് പരസ്യമായിട്ട് പോയാൽ നമ്മെ കളിയാക്കിയെന്ന് വരും. ഇനി നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും. പരസ്യ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ ഒരവസരമുള്ളപ്പോൾ അത് ചെയ്താൽ ചിലപ്പോൾ മറ്റുള്ളവര് നമ്മളെ കളിയാക്കിയെന്ന് വരും, ദുഷിച്ചെന്ന് വരും. ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കാനായിട്ട് വരുന്നവരോട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ, വെക്കേഷനൊക്കെ പോകുമ്പോഴേ ഞാൻ പറയും, അവധിക്ക് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഭയില് മൂപ്പന്മാരോടും സുവിശേഷകന്മാരോടും കൂടെ ചേർന്ന് പരസ്യ യോഗങ്ങൾക്കൊക്കെ പോകണം, ഭവന സന്ദർശനത്തിന് പോകണം, ട്രാക്ട് കൊടുക്കാൻ പോകണം, നിങ്ങളുടെ സ്വന്തം ദേശത്ത് ആദ്യം അത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വിടാം. തിരിച്ചു വരുമ്പോൾ ഞാൻ ഓരോരുത്തരെ വിളിച്ച് ക്ലാസ്സിലോ അല്ലെങ്കിൽ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും, അവധിക്ക് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും, ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന ഇന്നാരുടെ വീട്ടിൽ പോയി, സഭയിൽ പോയി, അവിടെയൊക്കെ ഞാൻ പരസ്യയോഗത്തിന് പ്രസംഗിച്ചു. ചുമ്മാതിരുന്നില്ല, പരസ്യയോഗത്തിന് പ്രസംഗിച്ചു, ട്രാക്ട് കൊടുത്തു, ഭവന സന്ദർശനം നടത്തി. എവിടാ? സ്വന്തം സ്ഥലത്തല്ല, പിന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ പോയി അത് ചെയ്യാൻ അവർക്ക് പ്രാഗൽഭ്യമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് നിന്നെ വേലയ്ക്ക് വിളിച്ചെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആദ്യം സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത് നിന്റെ സ്വന്തം വീട്ടിലാണ്, സ്വന്തം നാട്ടിലാണ്, സ്വന്തം ദേശത്താണ്. സഭയിൽ നിന്ന് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പ്രിപ്പയർ ചെയ്ത് വന്ന് നോട്ടുമായിട്ട് നിന്ന് പ്രസംഗിച്ചാൽ മതി. ക്ലാസ് എടുക്കുന്നതും എളുപ്പമാണ്.
ബ്രദറുകാർ ക്രമീകരിച്ചിരിക്കുന്ന ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതും എളുപ്പവും. പക്ഷെ പരസ്യമായ ഒരു ജംഗ്ഷനിൽ നിന്നുകൊണ്ട്, പരസ്യമായ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ബൈബിൾ കൈ കാണുമെങ്കിലും നമുക്ക് ബൈബിൾ തുറന്നൊന്നും നോക്കാനും നോക്കത്തില്ല. നമ്മൾ അത് പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി. പിന്നെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്ക് നോട്ട്സ് കൈ വെച്ചിട്ട് നമുക്കത് കൈ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് പ്രസംഗിക്കാം. പക്ഷെ ഒരുവിധപ്പെട്ടവരൊക്കെ അവര് ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരുങ്ങി അവരുടെ മനസ്സിൽ വെച്ച ആ പോയിന്റ്സ് ഒക്കെ വിധി അവതരിപ്പിച്ച് പ്രസംഗിക്കുന്നത് ഇപ്പൊ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അവരത് ചെയ്യുന്നു. പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട്, അതും നമ്മളെ അറിയാവുന്നവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട്, നമ്മൾ ജയിച്ചു വരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കർത്താവിന്റെ വകയാണ് ഞാൻ, കർത്താവിന്റെ സാക്ഷിയാണ് ഞാൻ എന്ന് ആ സാക്ഷ്യം കൊണ്ടുവരുന്നത്, നിലനിർത്തുന്നത് അത് ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. പക്ഷെ അത് പലപ്പോഴും നമ്മളെ ആൾക്കാർ കളിയാക്കാനൊക്കെ ഉള്ളൊരു അവസരമാകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളിലാരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കുന്നു. എന്നൊരു ദൈവവൈദ്യനാണ് ഞാനൊരു പ്രതികാരനാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നതിന്, അല്ലെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഒരിക്കലും ഞാനും നിങ്ങളും ലജ്ജിക്കുവാനായിട്ട് പാടില്ല. ഒൻപതാമത് അതിന്റെ 16-ാം വാക്യത്തിൽ തന്നെയുണ്ട്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ ശുശ്രൂഷയിലൂടെ നമ്മൾ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുവാൻ. ഇതിലും കൃപാവരത്തെ കുറിച്ച് പറയുന്ന ഭാഗത്തും 11-ാം വാക്യത്തിലും അത് തന്നെ പത്രോസ് പറയുന്നുണ്ട്, എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാനിട വരട്ടെ, മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. 9 കാര്യങ്ങൾ. 1, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുക. 2, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മാനുഷിക പ്രകൃതി ദൈവാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. 3, തമ്മിൽ ഉച്ചസ്നേഹമുള്ളവരായി ജീവിക്കുക. 4, അതിസൽക്കാരമായിരിക്കുക. 5, കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുക. 6, പീഡനത്തിൽ അതിശയിക്കരുത്. 7, പീഡനത്തിന്റെ മധ്യത്തിൽ സന്തോഷിക്കുക. 8, ലജ്ജിക്കരുത്. 9, ദൈവത്തെ മഹത്വപ്പെടുത്തുക. 10, അതിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. 17-ാം വാക്യം, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ഇത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കും. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ചെറിയ പീഡനം ആരംഭിച്ചതേ ഉള്ളൂ. പത്രോസിനോട് ഓർപ്പിക്കുന്നത്, വലിയ പീഡനം വരുവാൻ പോകുകയാണ്. അത് നമ്മിൽ തുടങ്ങിയാൽ, എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക്, ദൈവവചന പ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾക്ക് ആ ന്യായവിധി തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? രക്ഷിക്കപ്പെട്ടവർക്ക് കഷ്ടതയുണ്ടെങ്കിൽ പത്രോസിനോട് ഓർപ്പിക്കുന്നത്, രക്ഷിക്കപ്പെടാതെ ജീവിക്കുന്നവരുടെ അവസാനം എന്താകും? കെടാത്ത തീയിലേക്ക്, ചാകാത്ത പുഴുവിന്റെ അനുഭവത്തിലേക്ക്, എരിനരകത്തിലേക്ക് അവര് ചെന്ന് പതിക്കാനായിട്ട് പോകുകയാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പ്രയാസമുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് പ്രയാസമുണ്ടെങ്കിൽ, വിശുദ്ധന്മാർക്ക് കഷ്ടതയുണ്ടെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് താൻ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട്
തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം, ഇന്ന് വടക്കേ ഇന്ത്യയിലേക്ക് പോയാൽ പല സംസ്ഥാനങ്ങളിലും വലിയ പ്രതികൂലമാണ്. ഈ കഴിഞ്ഞ ദിവസം EP ജോസ് എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു സഹോദരൻ അറിയിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ പല സഹോദരന്മാർക്കും അവർ കൃഷി ചെയ്ത വിള കൊയ്തെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം 45 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത കൃഷി വിളവെടുക്കേണ്ട സമയം വന്നപ്പോൾ അവിശ്വാസികളുടെ ഒരു കൂട്ടം അവരെ വളഞ്ഞ് പോലീസ് അധികാരികളുടെ സഹായത്തോടുകൂടെ യന്ത്രം ഉപയോഗിച്ച് ഇവർക്ക് ലഭിക്കേണ്ട 20 ലക്ഷത്തിലധികം രൂപയ്ക്കുള്ള ആ കൃഷി വിളകൾ അവർ കൊയ്തെടുത്തു. എന്നിട്ട് ഇവരെ കൊണ്ട് നിർബന്ധമായിട്ട് ഏതോ പേപ്പറിലൊക്കെ ഒപ്പിടിപ്പിച്ചു. അവർക്കത് ഒന്നും ലഭിച്ചില്ല എന്നാണ് പറയുവാനായിട്ടിടയായത്. പുതിയ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് അനുവാദമില്ല. മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാൻ അവർക്ക് സാവകാശമില്ല. വലിയ ഉപദ്രവത്തിൽ കൂടെ ഛത്തീസ്ഗഡിലുള്ള, അതും എനിക്കൊന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അന്നേരം അവിടുത്തെ വിശ്വാസികളുടെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലെ വിശ്വാസികളുടെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഭേദം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന നാളെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം നന്മ ചെയ്തുകൊണ്ട് പ്രശ്നത്തിന്റെ മധ്യത്തിലും പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ നന്മയ്ക്കായി നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് നൽകും. അതിനുവേണ്ടി കാത്തുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാണ്.